നമസ്കാരം. വെസ്റ്റ് ബാങ്കിലെ പള്ളിക്ക് തീയിട്ട് ഇസ്രായേലി കുടിയേറ്റക്കാർ കഴിഞ്ഞ ദിവസം എത്തിയ വാർത്തയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത്. സാൽഫത്തിന് വടക്കമുള്ള ബെർ അൽ വാലിദൈൻ പള്ളിയിൽ വെള്ളിയാഴ്ച രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ രാവിലെയോടെ തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ പല വാർത്തകളും പുറത്തു വന്നിരുന്നുവെങ്കിലും സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു ഈ പ്രധാന വാർത്തയുടെ സ്ഥിരീകരണം ഉണ്ടായത്. വംശീയ മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ച ചുമരുകൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ മുൻവശത്താണ് തീയിട്ടത്. തീ അകത്തേക്ക് പ്രവേശിക്കും മുൻപ് നാട്ടുകാർ അണച്ചു. അക്രമികൾ പ്രതികാരം, നീതിമാൻ പ്രതികാരം കാണുമ്പോൾ സന്തോഷിക്കുമെന്നും അവൻ തന്റെ പാദങ്ങൾ രക്തത്തിൽ കഴുകുമെന്നിങ്ങനെ ചുമരുകളിൽ എഴുതി വച്ചിരുന്ന വാക്കുകളൊക്കെ തന്നെയാണ് എഴുതി മാറ്റിയത്. കൂടാതെ ജൂതമതത്തിന്റെ പ്രതീകമായ സ്റ്റാർ ഓഫ് ഡേവിഡും വരച്ചു വെച്ചിട്ടുണ്ട്. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണം ദൈവത്തിന്റെ ഭവനത്തിൽ നേരെയുള്ള ക്രിമിനൽ നടപടിയാണ് എന്നാണ് സാൽഫിറ്റ് എൻഡോവ്മെന്റ് ഡയറക്ടർ ഷെയ്ഖ് ഒത്മാൻ പറഞ്ഞത്. ഒത്മാൻ അൽ ദീൻ കുറ്റപ്പെടുത്തിയ വാക്കുകളായിരുന്നു ഇവ. കുടിയേറ്റക്കാർ ഇത്തരം ഭീരുത്വ നടപടികൾ ആവർത്തിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. സംഭവത്തെ അപലപിക്കാനും ഉത്തരവാദിത്തങ്ങൾക്കെതിരെ തന്നെ നടപടി സ്വീകരിക്കാനും അന്താരാഷ്ട്ര സമൂഹത്തോട് മനുഷ്യാവകാശ സംഘടനകളോടും മതകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വംശീയമായ ചിത്രീകരണമാണ് പള്ളിയിൽ നടന്നതെന്ന് സാൽഫിറ്റ് ജില്ലാ ഗവർണർ അബ്ദുല്ലാ കാമിൽ കുറ്റപ്പെടുത്തി. ഇത് ഇസ്ലാമിനും അറബികൾക്കുമെതിരായ കുറ്റകൃത്യമാണ്. ഇതിന് പിന്നിലുള്ളവരുടെ തീവ്രവാദ ചിന്താഗതിയെയാണ് ഇത് പ്രതിഫലിക്കുന്നത്. ഇസ്രായേലി സൈന്യത്തിന്റെ സഹായം ലഭിച്ചെന്നാലാണ് കുടിയേറ്റക്കാർക്ക് തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാക്കുകളും ഗ്രാമത്തിൽ കയറാനും പള്ളി നശിപ്പിക്കാനും സാധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഭവത്തിൽ ഇസ്രായേൽ പോലീസും ഷിൻബത്ത് സുരക്ഷാ സർവീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് ഇസ്രായേലി കുടിയേറ്റക്കാർ വെസ്റ്റ് ബാങ്കിൽ അഴിച്ചുവിടുന്നത്. സർക്കാർ കണക്കുകൾ പ്രകാരം ഒരു മാസത്തിനിടെ അൽ അക്സ മസ്ജിദിൽ 20 തവണയാണ് റെയ്ഡുകൾ ഉണ്ടായത്. നവംബറിൽ ഇബ്രാഹിമി പള്ളിയിൽ 55 തവണ ബാങ്ക് വിളിക്കുന്ന തടയുകയും ചെയ്തിട്ടുണ്ട്. ഇതേ കാലയളവിൽ തന്നെ ജബൽ അൽ മുഖബറിലെ അൽ ഷിയ പള്ളിയിൽ ഇസ്രായേലി സൈന്യം തകർത്തിരുന്നു. 20 വർഷമായി നിർമ്മാണത്തിലിരിക്കുന്ന പള്ളിയാണിത്. ഡിസംബർ ആദ്യത്തിൽ അനധികൃത കുടിയേറ്റക്കാരുടെ ഔട്ട് പോസ്റ്റ് സൈന്യം ഒഴിപ്പിച്ചതിനെ തുടർന്ന് നിരവധി ഇസ്രായേലി കുടിയേറ്റക്കാർ വെസ്റ്റ് ബാങ്കിൽ 2 നഗരങ്ങൾ ആക്രമിക്കുകയും വീടുകളും കാറുകളും തീയിടുകയും ചെയ്തു. സംഭവത്തിൽ 8 പേരെ സൈന്യം അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഗസയിൽ UN റിലീഫ് ഏജൻസിക്ക് കീഴിലുള്ള ഒരു സ്കൂൾ കൂടി ആക്രമിച്ച് ഇസ്രായേൽ തന്നെ പറഞ്ഞു. കെട്ടിടത്തിൽ അഭയം തേടിയിരുന്ന കുട്ടികളടക്കം 20 ഫലസ്തീനികൾ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ആളുകൾ പുറത്തേക്ക് പോകുന്നത് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഗസയിലെ ബൈത്ത് ഹനൂൻ, ദീർ അൽ ബലാഗ്, നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയതോടെ മരണനിരക്ക് കുത്തനെ ഉയരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഗസയിൽ 60 പേരാണ് കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 7 തുടങ്ങിയ ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ ഇതുവരെ 45,028 പേരാണ് മരിച്ചത്. 1,06,962 പേർക്ക് പരിക്കേറ്റതായും ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഞായറാഴ്ച വൈകുന്നേരം ഒരു മുന്നറിയിപ്പ് നൽകാതെയാണ് UN സ്കൂൾ ഇസ്രായേൽ ആക്രമിച്ചത്. സ്ത്രീകളും കുട്ടികളും അടക്കം പലരും ഉറങ്ങുമ്പോഴാണ് കനത്ത ആക്രമണം ഉണ്ടായതെന്ന് തന്നെയാണ് അൽ ജസീറ പ്രതിനിധി താരിഖ് അബു അസൌ പറഞ്ഞത്.